Yes, sir. He will be taken to task. Come in. Sir. ആ ഡോർ ബോൾട്ട് ചെയ്യ്. Sir. ആ ഡോർ ബോൾട്ട് ചെയ്യാൻ. Oh. ഇപ്പൊ കഴിഞ്ഞത് 24ാമത്തെ കോൾ. ഇന്ന് നേരം വെളുത്തപ്പോ മുതൽ നിന്റെ അട്രോസിറ്റീസിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം. ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും ഒടുങ്ങിപ്പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്ഷൻ കമ്മിറ്റി വക 8 മണിക്കൂർ ഹർത്താൽ. ഇതെല്ലാം പോരാഞ്ഞിട്ട് DG അടക്കം സകല ഏമാമാരുടെയും തെറികൊണ്ട് അഭിഷേകം എനിക്ക്. നിർലോഭം നീ കാരണം. എടുത്ത് മാറ്റാൻ എന്റെ മോന്തയ്ക്കുന്നു അവന്റെ ഒരു പുച്ഛം. Sir. നരി, പുലി, ഇടിയൻ, കടുവ, വലിയ പഥ്യമ നിന്നെ പോലുള്ള പെറ്റി ഓഫീസേഴ്സിനൊക്കെ ഇതുപോലെ ഓരോ ദുഷ്പേര് കേൾപ്പിക്കാൻ, എന്നിട്ട് അതിന്റെ പേരിൽ ഷൈൻ ചെയ്യാൻ, എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ മുതുകത്തോട്ട് കുതിര കയറാൻ. അല്ല സാറിന് എന്തിനാണ് സാർ എന്നെ വിളിപ്പിച്ചത്? അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ശബ്ദപ്പെടുത്തി സംസാരം എന്നോടല്ല, അത് താഴെ ശിഹാബിനെ പോലുള്ളവരോട്, കൺഫേർഡ് IPS-കാരോട്. അത്ര മതി, കേട്ടല്ലോ. സാർ, മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചൊരു സ്പെഷ്യൽ അസൈൻമെന്റ് തന്നു എന്ന് വിചാരിച്ചിട്ട് IG-യുടെ IPS-ന്റെ ഒന്നും തലയ്ക്ക് മുകളിൽ ആവരുതറ അധികാരം. നിന്നെ പോലൊരു പെറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അത് നരിയായാലും പുലിയായാലും. അല്ലെങ്കിൽ തന്നെ താങ്ങി നിർത്തിയവനെ തള്ളി താഴേക്കിടാൻ എത്ര മണിക്കൂറാണ് നമ്മുടെ സ്റ്റേറ്റ് ചീഫിന്? സർ, ഇറ്റ്സ് നോട്ട് മൈ ബ്ലഡി ബിസിനസ് ടു കൗണ്ട്. ഇപ്പോഴും ഇതെന്താ നീ ഇങ്ങനെ? എന്താണ് നിന്റെ കോംപ്ലക്സ്? എന്തിനാ നിന്റെ ഈ ഫ്രസ്ട്രേഷൻ? കട്ട് ദ റോഡ് സർ. വാട്ട്? ഐ സെഡ് കട്ട് ദ റബിഷ് പ്ലീസ്. കഷ്ടം. എത്ര ശാസിച്ചാലും ശരി, എത്ര ഉപദേശിച്ചാലും ശരി, അടങ്ങില്ല. ആങ്കർ അൺബ്രൈഡൽഡ്. അത് തന്നെയാ നീ ഇപ്പോഴും എപ്പോഴും. അല്ലടാ, സാർ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. വിളിപ്പിച്ച് നീ നന്നാവോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ, ഒരു ലാസ്റ്റ് ട്രൈ, ഒന്ന് സഹായിക്കും. നരി, വൃത്തികെട്ടൊരു കേസായത് കണ്ടില്ലേ? ആണും പെണ്ണും കുട്ടിയും കുടുംബം അടക്കം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കുക അവന്മാര്. ശത്രുഭാഗത്ത് നിൽക്കുന്നവര് അവരാരൊക്കെയാണെങ്കിലും. സർ, ഹെൽപ്പ് ചെയ്യാൻ തന്നെയാടാ വിളിപ്പിച്ചത്. സ്നേഹം കൊണ്ട്, ചില പഴയ കടപ്പാടുകൾ ഓർമ്മിച്ചിട്ട്. ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നിന്നെ ഒഴിവാക്കി തരാം. യു ജസ്റ്റ് വിഡ്രോ ഓർ റാപ്പ് ഇറ്റ് അപ്പ്. ഇല്ലെങ്കിലോ സർ? ഇല്ലെങ്കിൽ പിന്നെ ജലപാലിനെ നീ തല്ലിയ ഇൻസിഡന്റ്, ഫോറസ്റ്റുകാരുടെ സ്റ്റേറ്റ് വൈഡ് പ്രൊട്ടസ്റ്റ്, പിന്നെ നീ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജോസിന്റെ ഫാമിലി ചത്തുമലച്ച് കുപ്പക്കാട്ടിൽ കിടന്ന അടക്കം, നിന്റെ നൊട്ടോറിറ്റിക്ക് എല്ലാം ചേർത്ത് ഒരു സസ്പെൻഷൻ ഓർഡർ അടിച്ച് കയ്യിൽ വെച്ച് തരും. തൊപ്പി ഞാൻ ഊരി വെപ്പി. തൽക്കാലത്തേക്കായാലും അതിനപ്പുറത്തേക്കായാലും. എന്താണ്? I said prove your balls. പാട്ടി തന്ത തൊലഞ്ഞു പോലെ റോഡിൽ കിടന്ന് പൊട്ടിത്തെറിക്കണ്ടെന്നൊരു ഔദാര്യം കാണിച്ചപ്പോ ബീസ്റ്റ്, അനിമൽ, മൃഗം, നരാധമൻ. നരേന്ദ്രൻ സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിളിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാ. പണ്ട്, ഒരുപാട് കൊല്ലം മുമ്പ്, പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ്. പറയണോ? പഴയത് ഓരോന്ന് ഓർമ്മിപ്പിക്കണമെന്ന് ഞാൻ. IPS നോവൈസ് ബാലഗോപാൽ എന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആസ് ട്രെയിനി. നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ്. ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെയായി പോയ കൺഫേർഡ് IPS-കാരൻ മലപ്പുറം ഡെപ്യൂട്ടി SP ഷിഹാബുദ്ദീൻ. അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീഡിഗിരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബർ സ്റ്റേറ്റിന്റെ പുകപ്പുറയെന്ന് ഷീറ്റ് മോഷ്ടിച്ചു വന്ന കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുപ്പിച്ചു. എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ AR ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്തു. ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം 19 വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പറത്തിയും ഭേദ്യം. ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം. രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ, നരാധമൻ, മൃഗം. സ്പെഷ്യൽ ലീവ് എടുത്തവന്റെ ദണ്ണക്കിടക്ക് കാവൽ നിന്നത് 10 രാവും 10 പകലും നരേന്ദ്രൻ, ദ ബീസ്റ്റ്. 11-ാം പക്കം ഹസൻ മോദിന്റെ ചൂടറങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാന്തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി, ബാലഗോപാൽ എന്ന യങ് ഡെഫ്റ്റ് ഡാഷിംഗ് ഡെബണയർ IPS പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട കാലിൽ കെട്ടി വീണ് കരഞ്ഞു. മൂക്കിന് താഴെ രോമം കെളുത്ത ഒരാണും കരയാത്തതുപോലെ. അത്ര നാണം കെട്ട്, അത്ര അറപ്പിച്ച്. കഷ്ടിച്ച് 8 മാസം സർവീസ് തികച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ IPS ട്രെയിനിയെ
പട്ടം കൈവിട്ടു പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ വർഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകെട്ടി ഇറങ്ങിയപ്പോ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന് ചത്തവന്റെ മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഒടുവിൽ പെട്ടുപോയത് ഹസൻ മൊയ്ദിനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക്. ക്ഷമിച്ചത് സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിന് നട്ടല് പറഞ്ഞിട്ടല്ല, പുറത്തു തന്നത് മനസാക്ഷിക്ക് മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല വിസ്തൃതികളുകൊണ്ടുമല്ല. നരച്ചു ജലബാധിച്ചൊരു വൃദ്ധന്റെ കണ്ണീരിന് മുന്നിൽ നിശേഷം തോറ്റുപോയത് കൊണ്ട്. അതേടാ, തെരുവിൽ ബോംബ് പൊട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ ചങ്ങാതി, സഹപാഠി, മേലോഫീസർ, റിട്ടയർഡ് SP മാരാർ നിന്റെ തന്ത മുറ്റത്ത് വന്നു മകന്റെ ജീവിതം ഭിക്ഷ ചോദിച്ചപ്പോ പറ്റില്ലെന്ന് മുഖമട ചാട്ടാനുള്ള പിറവി ദോഷം എനിക്ക് ഇല്ലാതെ പോയി. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാവുന്നതുകൊണ്ട്, അച്ഛന്റെ വില അറിയാവുന്നതുകൊണ്ട്. നിനക്കത് ഇല്ലാതെ പോയി ബാലഗോപാല, ഇല്ലാതെ പോയി. കുറ്റം ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ കയറി ഇറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ 10 കൊല്ലം. ഒടുവിൽ കൽപ്പിച്ച് 8 വർഷം കഠിന തടവ്, പിഴ. ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തിണ്ടയിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ടായിരുന്നു. ഗർഭം തികയാതെ അവൾ പെറ്റുപോയവൻ, നിത്യരോഗി, ഇപ്പോഴും എന്റെ മകൻ. ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണ്യത്തിൽ കുറ്റവിമുക്തനാക്കും വരെ പിറ്റ് തീറാക്കാൻ ഒരു താലി ചെയിൻ പോലും മിച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷയായിച്ച് ഒരു പൊട്ടിയുടെ മുമ്പിൽ പോയിട്ടില്ല. ഒരു യജമാനന്റെ മുട്ടൻ ചവിട്ടിയിട്ടില്ല നരേന്ദ്രൻ. പക്ഷെ ഇപ്പൊ നിനക്കെന്നെ സഹായിക്കണമല്ല. ഓർമ്മയുണ്ടോ, ഒരിക്കലൊരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു SP ബാലഗോപാലൻ. ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല, ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ, എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാനല്ലടാ. അതേടാ, അന്ന് അവൾക്കിത് തരാൻ കെൽപ്പില്ലാതെ പോയി. ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി. ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്കെന്റെ. എന്റെ കോംപ്ലക്സ് എന്താണെന്ന് അറിയണം നിനക്ക്. അതല്ലേ നീ വിളിപ്പിച്ചത്. ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ്. ഒരു നിരപരാധിയുടെയും രക്തം പുരണ്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യില്. എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും മുറതെറ്റാതെ ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ. ഓരോ മാസത്തിലും. ഒരു കുറ്റബോധമില്ല നരേന്ദ്രന്. ബട്ട് യു ഹാവ് ഫ്രസ്ട്രേഷൻസ്, യു ആർ സ്കെയർഡ്. അതുകൊണ്ടാണ് നീ എന്നെ വിളിപ്പിച്ചത്. പക്ഷേ ബാലഗോപാലൻ, മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി, നിന്റെ ഭാര്യ, അവരുടെ മുഖത്ത് ഞാൻ കണ്ട ഭീതി, അന്നൊരു 2 മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ്, അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ, ഐ വിൽ ഹണ്ട് യു ഡൗൺ. നിന്നെ വേട്ടയാടി പിടിക്കും. നരി, അനിമൽ. അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി, എന്റെ ഭിക്ഷ, നിന്റെ ഈ IPS, അതിന്റെ അലങ്കാരങ്ങൾ, നക്സലൈറ്റ്സ്, ആലഭാരങ്ങൾ അഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ, ഓരോന്നോരോന്നോരോന്നായിട്ട്. അതേടാ, അതിനു മുമ്പ് എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ then come on, do it. Prove your balls, you should dare. You should dare. അമ്മയുടെ പൊന്നും അവയല്ലടാ, ചക്കരയല്ലേ. ഒന്നും ആ വിളിച്ചേ. എനിക്ക് അടി. അച്ഛന്റെ തനി സ്വഭാവം ചെക്കന് അങ്ങോട്ട് കുടിച്ചേ. അവന് പിന്നെ അവന്റെ തന്തയുടെ അല്ലാതെ ഏതവന്റെ സ്വഭാവം അടി നിനക്ക് വേണ്ടത്? ഒരു 1000 rupees മോഷണം പോയിട്ടുണ്ടല്ലോ എന്റെ പേഴ്സിൽ നിന്ന്. വക്കീലടിച്ച് മാറ്റിയാണോ? തൊണ്ടിമതില കണ്ടു കിട്ടിയിട്ടുണ്ട് അൽമാരിയിൽ നിന്ന് 2 പുതിയ സാരീസ്. ഇതേതാ വകുപ്പ്? ചോദിച്ചാൽ ഉത്തരം പറയണേ. പണ്ട് എന്റെ വക്കീലാഫീസിന്റെ തിണ്ണെ വന്ന് നിന്ന ഇഷ്ടമാ, കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഫീസ് തരാതെ കേസ് വാദിപ്പിച്ചിട്ടില്ലേ കുറെ കാലം. ആ വകുപ്പിൽ അങ്ങ് കൂട്ടിയാ മതി. അയ്യടാ, അന്ന് നാട്ടിൽ വേറെ വക്കീലന്മാരില്ലാത്ത പോലെ ഒരുത്തി ചുമ്മാ ബോർഡും വെച്ച് ആന്ന് വായം പിടിച്ചിരിക്കുന്നല്ലോ. രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി അച്ഛൻ സഹായിച്ചപ്പോ പിന്നെ ഓട്ട പോക്കറ്റും കൊണ്ട് നിന്റെ അച്ഛനങ്ങ് ചെന്നാ മതി വലിയ വക്കീലന്മാരുടെ അടുത്തോട്ട്. ഫീസ് തരാൻ കാശുമില്ല. രാവിലെ വന്ന് കേറുമ്പോ മുതല് ചായ, സിഗരറ്റ്, കണ്ണിക്കണ്ട പുസ്തകങ്ങള്, പിന്നെ വൈകിട്ട് ദാ ഇത് എല്ലാം പാവം അമ്മ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അച്ഛൻ എന്തായാലും അമ്മ കല്യാണം കഴിച്ചില്ലേ? ഇല്ലെങ്കിൽ പിന്നെ അമ്മ എങ്ങോട്ട് പോയാൽ അപ്പൂനെ കൊണ്ട് അന്ന് ഇല്ലടാ കൊരങ്ങ. സത്യമായിട്ടുണ്ട്. ഇല്ലേ അച്ഛാ? ഉണ്ട് മക്കളെ, ഉണ്ട്. ഇതിനകത്ത് ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കുറുപ്പെന്താ രാവിലെ തന്നെ? ഇതേ എന്നാ അറിഞ്ഞോണ്ടാ
ഇന്ന് ഓട്ടോ സമരമല്ലയോ? കുഞ്ഞിനെ ഇവിടെ ഉണ്ടായോ? ഞാനല്ല, പുത്രൻ നേരിട്ട് വിളിച്ച് ഏർപ്പാട് ചെയ്തതാ. എന്റെ വണ്ടിയിലോട്ട് ഇരുത്തിക്കോ, ഞാൻ വിട്ടേക്കാം. ആഹാ. ആ. കുഞ്ഞു വന്നാട്ടെ. അല്ല, നീ ഇതെങ്ങോട്ടാ? ഒന്ന് ചമഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ മുതൽ പുറകെ നടന്ന് പറയുവാ ഞാൻ. അപ്പുവിന്റെ ക്ലാസ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വാങ്ങണം, ഡോക്ടറെ കണ്ടിട്ട് അവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നൊക്കെ. ശരി, ഇന്നൊരു ദിവസത്തേക്ക് നിയമം തിരിച്ചേക്കാം. നീ കൂടെ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. നിനക്ക് തന്താടി ഒരു ഗൗ? എന്തു പറ്റി? നിനക്കെന്താ പേടിയുണ്ടോ? IG ബാലു എന്നെ പിടിച്ച് മൂക്കി കയറ്റി കളയും, അതല്ലേ? അവനെ മൂക്കിന്റെ ദ്വാരം അത്രയ്ക്ക് വലുതായിട്ടില്ല. നീ വാ, കഴുത. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സർ കാണാൻ പറഞ്ഞു. ആര്? സർ IG ബാലഗോപാല സാറ്. ആ കണ്ടോളാം. അല്ല സർ, ഇപ്പൊ തന്നെ. സർ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഓർമ്മ ഒഴിക്കാൻ പോവാ. അയ്യോ ഞാൻ വന്നോളാം, വന്ന് കേറിട്ടേ ഉള്ളൂ. ഓക്കെ. IG ബാലു ചെന്ന് കാണാൻ. സർ. സാർ പെട്ടി. ഓ, എന്റെ മണ്ടയിലോട്ട് വെച്ചു. അയ്യോ സാർ. ഇവിടെ വെച്ചിട്ട് പോടോ. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്. ആഹാ, ഇതെന്തുവാടാ? ബാറോ? രാവിലെ കേറി വന്ന് കമത്താൻ? അത് പിന്നെ ആ. ഇദ്ദേഹം വൈകുന്ന് കണ്ടപ്പോ ഞങ്ങളൊരു രസത്തിന്. ഞങ്ങളല്ല, സാർ. ആ അതിങ്ങ് കൊണ്ടുവാ, ഏ? ഇങ്ങ് കൊണ്ടുവാടാ. അയ്യോ, അപ്പൊ ഞാൻ. ആ നീ വേണേ വേറെ വഴി. ഓക്കെ ഓക്കെ. അന്നത്തെ ബാക്കിയാ. ബാലഗോപാലൻ സാർ. സാർ. ഓലൊക്കെയുടെ മൂട്. ആ എങ്ങനായിരുന്നടാ? തീർത്തും തല്ലിയോ? ആഹാ, നല്ല ഫസ്റ്റ് മേലാഫീസർ. ഛ, നീ മിണ്ടരുത്. ആ. ഇതാണുങ്ങള് തമ്മില്. മോരങ്ങോട്. ആ എന്നാടാ നീ ചോദിച്ച ഡീറ്റെയിൽസാ? അതേടാ, നീ കൽപ്പിച്ചതുപോലെ 2 ദിവസം ഉറക്കളച്ചിരുന്നു, ഫോൺ ചെയ്തു, മെയിൽ അയച്ചു. ഇത് ഗോവ ഇന്റലിജൻസ്, ഇത് ഗോവ ക്രൈം ബ്രാഞ്ച്, ടെലിഫോൺസ് ഗോവ, സെൻട്രൽ നാർക്കോട്ടിക്സ് കൺട്രോൾ, ഇത് ഫോട്ടോഗ്രാഫ്സ്, ആ ഇത് ക്രൈം റെക്കോർഡ്സ്, എല്ലാം കണക്റ്റഡാ. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ കൊടുത്ത് അയപ്പിച്ചതാ അവര്, ബൈ ഹാൻഡ്. ആര്? മാഡം. ആ എടാ, ഞാനൊരു 2 വർഷം IB ഡെപ്യൂട്ടേഷൻ ഇരുന്നപ്പോഴത്തെ എന്റെ ചീഫ് ബാംഗ്ലൂര് മാഡം ആബിദ പർവേസ് IPS, ഇപ്പോ ഗോവ ADGP ഇന്റലിജൻസ്. എന്നാടാ ഓൺ ചെയ്. കാരുണ്യദീപം, മറ്റേ ബഹൻ ബാക്ക്ഗ്രൗണ്ട്സ്. ആ പോട് പോട്. അയ്യോ ശോ. ഓ. ആ നിനക്ക് പോണം, 12 മണിക്ക് ക്ലബിലെത്തണം. റമ്മി ടൂർണമെന്റ്, നീ ആ ഉദ്ഘാടനം, അതല്ലേ? അതെ സാർ. ആ പോ പോ പോ. താങ്ക് യു സാർ. ഉം. ആജാ ആജാ. ഉം. ആ ഈ കാരുണ്യദീപത്തിന്റെ ഫൗണ്ടേഴ്സ് ഇവരാ. സ്വാമി ഹർഷാനന്ദ എസ്കോപ്പ്. പിന്നെയാ സ്വാമിയായത്, ആള് സമാധിയായി പോയി. ഇത് ഗോവ XMB ജോസഫ് കോർഡ. ഇയാളൊരു 6 മാസം ഗോവയെ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. 6 മാസമല്ല സാർ, 5 മാസം. ആ? ശശികല നന്ദേക്കർ മിനിസ്ട്രിയിൽ ഒരു സ്കാനിൽ പെട്ട് പുറത്തുപോയി. 4 വർഷം മുമ്പ് സ്വന്തം പാർട്ടിയിലെ റൈവൽ ഗ്രൂപ്പുകാർ വെടിവെച്ചു കൊന്നു. ഉം, ഉം, ആരും ഫ്ലൈറ്റിൽ ബൈ ഹാൻഡ് കൊടുത്തയച്ച ഇൻഫർമേഷൻ അല്ല, ഉം. പത്രം വായിച്ചെന്റെ ഓർമ്മ. ഉം, ഉം. ഇത് ഇറ്റലിക്കാരൻ ബെർണാഡോ ലൂസിയാനോ. ഇയാൾക്ക് ചില ഡൽഹി ചില ഡൽഹി കണക്ഷൻസ് ഉണ്ട് ലൂസിയാനോയ്ക്ക്. ഹോവിറ്റ്സറോ ഹെലികോപ്റ്ററോ പീരങ്കിയോ ഏതൊരു ഇടപാടിൽ ഇയാളുടെ പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ്. ഉം. സാർ, ഇത് ഹെലൻ കോർഡ, ചത്തുപോയ ജോസഫ് കോർഡയുടെ മകൾ. 3 ആംഗ്ലമാരും ഉണ്ട് മോളില്. കോഡ ബ്രദേഴ്സ്, ഉം. കൺട്രോളിംഗ് ഗോവാസ് മൈറ്റിയസ്റ്റ് ഡ്രഗ് കാർട്ടൽ, അല്ലേ? ആ അത് തന്നെ. ഇവളുടെ കീഴേ വരും നീ പറഞ്ഞ കാരുണ്യദീപം ബഹൻ. ഇവക്കിപ്പോ കേരളത്തില് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. അവിടെ ലേറ്റസ്റ്റ് പാഷൻ പ്ലസ് പാർട്ട്ണർ ദാ ഇവൻ സേതുമാധവൻ അഥവാ മോഹൻദാസ്. 2 ആഴ്ച മുൻപ് ഇവരൊരുമിച്ച് ഗോവയിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരു റിസോർട്ടില്. എന്താടാ, നീ അറിയോ ഇവനെ? സേതു മോഹൻദാസിനെ കേട്ടിട്ടുണ്ടോ? നോ സർ, ബട്ട് താങ്ക്സ്. ആ IPS കൺഫേർഡ് ആണെന്നേ ഉള്ളൂ. ബുദ്ധി ഡയറക്റ്റാ, പഠിച്ചോ നേരിട്ട് തന്നത്. ഹെ, പോടാ പോടാ. ഹെ.
കൺഗ്രാറ്റ്സ്. പുതിയ പോസ്റ്റിങ്ങിന് എങ്ങനെ കിട്ടി കസ്റ്റഡിയിലെ സോൺ ചീഫിനെ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ഫോളോ ചെയ്തു. പിന്നെ തക്കം കിട്ടിയപ്പോ ഐ ജസ്റ്റ് കിഡ്നാപ്ഡ് ഹിം. എന്താടാ, നിന്നെ ശരിക്കും സംശയിക്കുന്നുണ്ടോ? ട്രാക്ക് ചെയ്യുന്നുണ്ടോ അവൻ? നരി, ഐ ഡോണ്ട് നോ. പക്ഷെ സത്യം പറഞ്ഞാല് എനിക്കുള്ളിൽ ഒരു പേടിയാ സേതു അവനെ. ഒരു 10 വട്ടം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ആരെങ്കിലും ട്രെയിൽ ചെയ്യുന്നുണ്ടോന്ന്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. എത്ര പോലീസുകാർ കാണും ബാലു ഈ സ്റ്റേറ്റില്? നിന്റെ വെട്ടം കണ്ട മുട്ടുകൂട്ടിയിടിച്ച് സല്യൂട്ട് ചെയ്യുന്നവര് 100, 1000, 10000, ലക്ഷം, അതോ അതിനപ്പുറോ? ആ ലക്ഷത്തിലൊരുവൻ. അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടവൻ പാടുള്ളൂ ഒരു നരേന്ദ്രൻ. I bloody pick you, ബാലു, pick you. എന്ത് തോന്നുന്നു പഴയ സബ് ഇൻസ്പെക്ടർ യജമാനന്? പറയല്ലേ, വിട്ടു കോണം അതുണ്ട്. ഒരാഴ്ച അതും ഇദ്ദേഹത്തെ പോലെ ആളെ അടച്ചിട്ട മുറിയിൽ ആണേലും ഒന്ന് കൈവെക്കാനൊത്ത സന്തോഷക്കാരി ഒട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയക്കണം. ഒരു ചൂരടിക്കുന്നുണ്ട് ശത്രുവിന്റെ, കരുതണം. സത്യം. ബെറ്റർ ബി ഓൺ ഗാർഡ് സേതു. ബാലു, എന്റെ ഓർമ്മയില് 8 വയസ്സുള്ളപ്പോഴാ നാരായണൻ നായര് കാട്ടുരാജാവ് ആദ്യം ജയിലിൽ കയറുന്നത്. ഇവളെ എന്നെയും ഇവിടെ ഏൽപ്പിച്ചിട്ട്. അപ്പൊ മുതൽ ഈ മിടിപ്പ് വരെ ഏത് സാഹസത്തിൽ ചെന്ന് പെട്ടാലും, ശത്രുപാളയത്തിൽ എത്രയൊക്കെ ചെന്ന് കയറുമ്പോഴും എപ്പോഴും ഐ ആം ഓൺ ഗാർഡ്. ഊണിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം. നിത്യം വിളക്ക് കൊളുത്തി ദൈവത്തിന്റെ വാതിലി മുട്ടുമ്പോ ഒറ്റ വരമേ ചോദിക്കാറുള്ളൂ സേതു, എന്നെ രക്ഷിക്കണം, എന്നെ മാത്രം രക്ഷിക്കണം. അതൊരു കരാറാ. ദൈവം എന്നെ രക്ഷിച്ചാല് എനിക്ക് കൂടെയുള്ളവരുടെ രക്ഷ ഞാൻ ഏറ്റെടുക്കും. ദൈവത്തിന്റെ ഒരു സബ് കോൺട്രാക്ട് സേതുവിന്. ദൈവം എന്നെ കൈവിട്ടാല് ആരെയും എന്തിനേം കൈവിടും സേതു. മനസ്സിലായില്ല എന്നല്ലേ? മനസ്സിലാവില്ല. ശത്രുവിന്റെ ചൂരടിച്ചാല് പിന്നെ കണക്ക് വേറെയാ സേതുവിന്റെ. അത് അപ്പിച്ചായിക്ക് മനസ്സിലാവും. അപ്പിച്ചായിക്ക് മാത്രം, ഒടുക്കം വരെ അല്ലേ ഓൾഡ് മാൻ? ഹെലൻ, യെസ്, യുദ്ധം തുടങ്ങാം ഏത് നിമിഷത്തിലും. യു ക്യാൻ ഗോ ബാക്ക് ടു ഗോവ എനി ടൈം. എന്നിട്ട് എത്ര സന്നാഹം ചോദിച്ചാലും ഒരുക്കി വെക്കാൻ പറയണം. സേതു ഞൊട്ടിക്കുമ്പോ എത്തിച്ചു തരാൻ നിന്റെ ബിഗ് ബ്രദേഴ്സിനോട്. ഹലോ, യെസ് യെസ്. ബഹൻ ആ, കാണാൻ സമയം ചോദിച്ചിരിക്കുന്നു. നരി, നരി. Carry on. Anna, you wait for me at the meditation hall. Okay. നരേന്ദ്രൻ, നരി അല്ലേ? എനിക്ക് നിങ്ങളോട് യെസ്. മീര കിച്ചണിൽ വിളിച്ചിട്ട് ടീയോ കോഫി? ഒന്നും വേണ്ട, പ്ലീസ് കം. കാരുണ്യ ദീപം, ദി ബിനൈൻ ലൈഫ് ട്രസ്റ്റ്, ഗോവ, കൂനൂർ, പിന്നെ കേരളത്തിൽ ഇവിടെ. അങ്ങനെ 3 സെറ്റിൽമെന്റ്സ്. മദനപ്പള്ളിയിൽ ഒരു ജെറിയാട്രിക് റിട്രീറ്റ്, ധനുഷ്കോടിൽ ഈട തുടങ്ങിയ റീഹാബ് വില്ലേജ്, ആലുവായ്ക്കടുത്ത് സ്ഥായി ധ്യാന കേന്ദ്രം. ഇത്രയുമാണ് സെന്റേഴ്സ് നിങ്ങൾക്ക് അല്ലേ? യെസ്. ബഹൻ അഥവാ രമാ ബഹൻ ഇവിടങ്ങളിൽ, അതായത് കാരുണ്യദീപത്തിന്റെ സർവീസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കമ്പക്കലിലും കുരങ്ങുപാറയിലും സാധാരണക്കാർക്കിടയിൽ ബെറ്റർ നോൺ ആസ് സിസ്റ്റർ അല്ലേ? ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗക്കാരും പെടും. ഇഷ്ടമുള്ള പ്രാർത്ഥനാ മുറ തിരഞ്ഞെടുക്കാം, ആശ്രിതർക്കും അന്തേവാസികൾക്കും. എന്തും ഏതിനെയും ആരാധിക്കാം. എ ലിബറൽ സ്പിരിച്വൽ കമ്മ്യൂൺ. ഒപ്പം ദുരൂഹതകളും ഒരുപാട്, സ്രോതസ്സുകളും ഒരുപാട്. ഡൊമസ്റ്റിക്, ഓവർസീസ്, ഡിസ്ക്ലോസ്ഡ്, അൺഡിസ്ക്ലോസ്ഡ്, അങ്ങനെ ആയവ്യയങ്ങൾ ബാലൻസ് ചെയ്തെടുക്കാൻ മുട്ടുസൂചിയും തീപ്പെട്ടിയും തുടങ്ങി വീട്ടമ്മ കറി പൗഡർ വരെ എല്ലാം ലോണ്ടറി ചെയ്തെടുക്കാൻ പ്രത്യക്ഷ സംരംഭങ്ങൾ പലതരം. പക്ഷേ ലുക്ക് മിസ്റ്റർ, കാരുണ്യ ദീപത്തിന്റെ കണക്കുകളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ യു ബെറ്റർ ചെക്ക് വിത്ത് മൈ ഓഡിറ്റേഴ്സ് ഓർ മേക്ക് യുവർ പോയിന്റ് പ്ലീസ്. യെസ്, ടു ദ പോയിന്റ്. ഓമനക്കുട്ടനെ അറിയോ?
ഓമനക്കുട്ടൻ ഫോറസ്റ്റ് ഗാർഡ് അറിയോ? ജോസ് കമ്പിളികണ്ഠം അറിയുമോ ബാൻജി? പുറത്ത് ഗേറ്റിൽ നിങ്ങളുടെ ഭാഷ അറിയാത്ത ഉത്തരേന്ത്യൻ ബ്ലാക്ക് കാറ്റിന് മൂക്കിന് താഴെ ജോസിന്റെ ഫോട്ടോ ഒന്ന് ഫ്ലാഷ് ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഷോക്ക്, തിരിച്ചറിവ്. ജോസിന്റെ പേര് ഞാൻ ഉച്ചരിച്ചപ്പോ ദാ ഇപ്പോ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബഹൻജി വിരലടയാളം വെച്ച് തുല്യം ചാർത്തിയ ഒരു സത്യവാങ്മൂലത്തിന്റെ ബലമുണ്ട് അവിടുത്തെ ഭാവമാറ്റങ്ങൾ. പ്ലീസ്. യെസ്, കമ്പളികണ്ഠൻ ജോസ് എന്തെല്ലാമായിരുന്നു എന്ന് കൃത്യമായി അറിയും നിങ്ങൾ. എല്ലപ്പെട്ടി ചെക്ക് പോസ്റ്റിലെ ഗാർഡ് ഓമനക്കുട്ടനെ നിങ്ങൾ അറിയും. ജോസ് കൊല്ലപ്പെട്ടതിന്റെ തൊട്ട് തലേ ദിവസം അവൻ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് കൃത്യം 1/2 മണിക്കൂർ മുമ്പ് ഓമനക്കുട്ടന്റെ സെൽഫോണിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. തെളിവുകളുണ്ട് എന്റെ കയ്യിൽ. ഓമനക്കുട്ടന്റെ മൊഴി, ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററുടെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ഗാർഡ് കുഞ്ഞികൃഷ്ണന്റെ മൊഴി, രേഖകൾ കാണണോ? വിശ്വസിക്കാൻ? യെസ്. കഞ്ചാവ് കടത്താൻ ജോസ് കാരുണ്യ ദീപത്തിന്റെ മറ ഉപയോഗിച്ചിരുന്നു. കടമ്പകൾ തുറന്നു കിട്ടാൻ ദി ബിനൈൻ ലൈറ്റ് ട്രസ്റ്റിന്റെ ക്ലൗഡ്, ക്രെഡിബിലിറ്റി, ഫെസിലിറ്റീസ്, വാഹനങ്ങൾ, ധ്യാനയാത്രകൾ ആൻഡ് യു എല്ലാം ഉപയോഗിച്ചിരുന്നു ജോസ്. Come on, dispute me. തെളിയിക്കണോ ഞാൻ? ഇവിടുത്തെ ആശ്രിതർ, അന്തേവാസികൾ, അടുക്കളക്കാരികൾ, അന്തപ്പുര കാവൽക്കാർ വലിച്ചിറക്കി നിരത്തി നിർത്തി പിടിച്ച് പറയിക്കണോ ഞാൻ? ഓരോരുത്തരെ കൊണ്ടും സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്. Would you cherish the scene, the chaos? Look, ഇതൊരു സ്പിരിച്വൽ സെറ്റിൽമെന്റ്. You cannot upset our ambience. Ambience, my foot. The veil of spirituality. അതിന്റെ മറവിൽ എന്ത് തെമ്മാരത്തിലാവാ നിനക്കൊക്കെ, അല്ലേ? മാജി, ശ്രീജി, ആനന്ദ്ജി, അമ്മാജി, മൈജി, ബഹൻജി, പല സ്തുതികളിൽ, പല തസ്തികകളിൽ. വിദ്യാഭ്യാസം, ആതുര സേവനം, സ്ട്രെസ് മാനേജ്മെന്റ്, ധ്യാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നവര്, 10,000 ഒരുമിച്ചിരുത്തി ധ്യാനിപ്പിച്ച് ഉടലോടെ സ്വർഗത്തിലേക്ക് ഉദ്ധരിക്കുന്നവര്, the charitable, altruistic, bountiful, എല്ലാം ഫേക്ക് ആണെന്നല്ല. But yours is one, an outfit forging spirituality. ആട്ടി മുടി വാണിഭം, വ്യാജം. Come on, disprove me. No. ഇങ്ങനെ നമ്മൾ സംസാരിക്കണമെങ്കിൽ either you take me in or come again with a court order. ഒരു കോപ്പം വേണ്ട, കുത്തിപ്പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ ഞാൻ എല്ലാത്തിനും. കാണോ? ഹലോ, എക്സ്ക്യൂസ് മീ. Hey! ചവിട്ടി മതി ചിത്രം വരെ അങ്ങ് കേറി അല്ലേ? കൊള്ളാം. ഒട്ടിച്ച് കേട്ടിട്ടുണ്ടോ? നരി. കണ്ടിട്ടുണ്ട്. ഞാൻ റിലീസിന് വിധികാത്ത് കിടക്കുമ്പോ വിയ്യൂരിൽ സെൽ നമ്പർ 3, നിങ്ങൾ 19. എന്റെ ബ്ലോക്കില് പുറത്ത് ചരട് വലിക്കാൻ ഉന്നത ബന്ധങ്ങളുള്ള ഒരേ ഒരു VIP തടവുകാരൻ അപ്പിച്ചായി, വട്ടക്കാലിൽ പുരുഷോത്തമൻ പിള്ള. ഐതിഹ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആന ചവിട്ടി കണ്ണി പറിച്ച കൈ, അരയിലൊരു നിറ ഏത് നേരത്തും, എരുടൻ കൊത്തിയ വടി. ഞാനും മാഞ്ചാടിയായിട്ട് ഒരുപാട് തീർത്ത കയ്യാ. ഒരുപാട് തീർത്ത കൈ. പക്ഷേ ഒരു നിഴല് വീണ് തുടങ്ങുന്നുണ്ട് ആയുർരേഖയിൽ. Stressed, affected, harassed, shattered. ഇനി അതിലപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ അതും. അതാണിപ്പോ രമാജി. വേഷം കെട്ടിമടുത്തു, ഇവിടുത്തെ ഏർപ്പാടുകൾക്ക് ഓരോന്നിനും കൂട്ടുനിന്നും അടുത്തു, മതിയായി. അങ്ങനെ ഒരു മെസ്സേജ് കേട്ടു ഞാനിപ്പോ. ബഹൻജിയുടെ നെടുവീർപ്പിൽ പിൻവാങ്ങണം, പിന്മാറണം, എല്ലാത്തിൽ നിന്നും ബഹന്. എ ടോട്ടൽ റിട്രീറ്റ്. ഇവിടെ ഇരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് 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 ഒടുവിലിപ്പോ വല്ലാതെ സ്പിരിച്വലായി മാറിപ്പോയിരിക്കുന്നു ബഹൻജി. എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോണം. ഒന്നുകിൽ കൂനൂർക്ക്, ഇല്ലെങ്കിൽ ഗോവ, ബാക്ക് ടു ബേസ്. അതുമല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും. തിരിച്ചു വരാൻ ആരും നിർബന്ധിക്കാനില്ലാത്ത, ആരും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരിടത്തേക്ക്. I don't know. യു നോ. ബഹൻജിക്ക് അറിയാം. അങ്ങനെ ഒരു മോഹം പറഞ്ഞിരുന്നു ഹെലനോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോ. Yes. ആ ഞാൻ, ഹെലൻ, ബാലു, പിന്നെ ഇവള് സുഭദ്ര. കൂനൂരിലെ സ്കൂൾ ബോർഡിങ്ങിൽ തുടങ്ങിയ ബന്ധം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇതുവരെ പങ്കുവച്ചതെല്ലാം, നല്ലതും ചീത്തയും, എല്ലാം മറക്കണം. യു വാണ്ട് ടു വാനിഷ്. ഒളിച്ചോടണം, ഒറ്റപ്പെടണം രമാജിക്ക്. അന്തേവാസികൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല.
ആയിരങ്ങളെ ഒരേ നിലയിൽ ഉറങ്ങാൻ സാന്ത്വനക്രിയ അഭ്യസിപ്പിച്ച സ്വാമി ഹർഷാനന്ദജിയുടെ പ്രഥമ ശിക്ഷയ്ക്ക് മനസ്സ് പ്രക്ഷുബ്ധം, കടല് പോലെ. അതിൽ നിറയെ തീരുമാനങ്ങൾ. എങ്കിലും എല്ലാം ഇറക്കി വെച്ചൊന്ന് ഉറങ്ങണം ബഹൻജിക്ക്. സേതു, what do you? The eternal sleep, the final trip. You want that? Hey, Yes. ബഹൻജിക്ക് തീരുമാനിക്കാം. എപ്പോ വേണമെങ്കിലും പുറപ്പെടാം. ഇന്നോ നാളെയോ എപ്പോ വേണമെങ്കിലും. ഇപ്പോ ഈ നിമിഷം. My blessings. Bon voyage. ശുഭയാത്ര. ഹലോ സാർ, ഗുഡ് മോർണിംഗ് സാർ. സാർ എപ്പോ, എങ്ങനെ? സാർ പ്ലീസ്, ഐ വോണ്ട് എ ഫേവർ. ഞാനിവിടെ നിന്ന് ഓടിച്ചെത്താൻ ഒരു 4 മണിക്കൂർ എടുക്കും. അതിനു മുമ്പ് ബോഡി. സാർ ഞാൻ പുറപ്പെടുന്നു. മീറ്റ് യു ദേർ. രമാബഹൻ ഫൗണ്ട് ഡെഡ്. Yes, Helen. Yeah. Helen, I will call you back. സർ, പ്രഭാകരൻ RDO. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞില്ലേ? സർ കഴിഞ്ഞു. ഞാൻ വിളിപ്പിച്ചത് സർ. പുറത്തുനിന്ന് പബ്ലിക്കിനെ ഒരാളെ പോലും അകത്തോട്ട് കടത്തണ്ടെന്നാണ് ഇവിടെ ഡിവോട്ടീസിന്റെ തീരുമാനം. സർ. പിന്നെ മീഡിയക്കാരെയും റെസ്ട്രിക്ട് ചെയ്തോണം. സർ തടയുന്നുണ്ട്. സർ. ഹെലൻ വിളിച്ചിരുന്നു. അവിടുന്ന് അവർ ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട്. ഇവിടെ അകത്ത് ഫോറിനേഴ്സിന്റെ പ്രയർ കൂടി കഴിഞ്ഞാൽ പിന്നെ താമസിപ്പിക്കണ്ട. ബോഡി കോപ്റ്ററിൽ ഗോവയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും ബാക്കി ചടങ്ങുകൾ. അങ്ങനെ ചെയ്തു. സാർ, ആ, നരി മെയിൻ ഗേറ്റ് കടന്നു വന്നു. കോൾ ഹമീദ്. സർ. ഒറ്റ ആളെ അകത്തേക്ക് എടുത്തുവിടാൻ പറ്റില്ല. മുകളിലുള്ള ഓർഡറാണ്. മാറണം. സർ. IG വിളിക്കുന്നു. സർ. AC നരേന്ദ്രൻ ഒരു കാരണവശാലും അകത്തേക്ക് വരാൻ പാടില്ല. സർ. Go, block him. നരി, ഞാൻ ഹമീദ്. പ്ലീസ്. ഹമീദ് മാറ്. നരി, ദയവേദി ഞാൻ പറയുന്നു. മോറ് നിക്കടോ. Hey, don't move. All right. Stop! You bloody get the hell out of here! Oh! You! നരി! വിട്ടിത്തരം കാണിക്കണോ ഇഡിയറ്റ്? നരി! പിടിച്ചു മാറ്റടാ. എടാ, ഒരു മരണം നടന്ന സ്ഥലമായത്. സോ വാട്ട് സർ? മരണം നടന്ന സ്ഥലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോകാം. തടയാൻ പാടില്ല ഒരുത്തരും. ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി. അവന്റെ ഒരു ഡ്യൂട്ടി വിളിച്ചോട്ട് പോടാ എന്റെ കൺമുന്നിൽ നിന്ന്. Bloody! നോ സർ, ഐ വാണ്ട് ടു നോ വൈ ദ ഹറി. മരണം സംഭവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം. എല്ലാ ഫോർമാലിറ്റീസും ഓടിച്ചു തീർത്ത് ബോഡി ഗോവയ്ക്ക് പാഴ്സൽ ചെയ്യാൻ ആർക്കാണ് സാർ തിടുക്കം? Come on, who gave the orders? എനിക്കറിയണം. നോ, നിനക്കറിയാനുള്ള സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും അടക്കം കൃത്യസമയത്ത് നിന്റെ ടേബിളിൽ എത്തിച്ചേരും. അതിന് അധികാരപ്പെട്ടവര്. Wait till that. അത്ര മതി ഡ്യൂട്ടി. ഈ പറഞ്ഞതിന്റെയൊക്കെ മഹത്വം ഒരുപാട് കൊല്ലം മുമ്പ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചതല്ലേ സാർ? Come on. Get lost, I say. ഇറക്കിക്കൊണ്ട് പോടോ. Yes sir, this explains a lot. എടാ നരി, എടാ. മരിച്ചു കിടക്കുന്ന രമാബഹന്റെ നാവിന് ജീവൻ വെച്ചാൽ അവരൊരുപക്ഷെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കില്ലേ സത്യങ്ങൾ? അതിന്റെ 100 ഇരട്ടി വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോ. എന്നെ ഇവിടെ നാട്ടിയിറക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം, ഈ വെമ്പൽ. This betrays you, sir. Your intentions. ഒളിക്കാൻ ഒരുപാടുണ്ട് സാർ നിങ്ങൾക്ക്, ആർക്ക് വേണ്ടിയാണെങ്കിലും. And this tells me why you are too bloody bothered. Enough. Thank you.
ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ലോകം നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വിഡ്ഢികളുണ്ടല്ലോ, വീരപുരുഷന്മാർ, നരിയെ പോലെ. ഇഷ്ടമാ സേതുവിന്. ദയ, ദീനാനുകമ്പ, സഹതാപം, ദാക്ഷിണ്യം, അങ്ങനെ എല്ലാം ചേർത്തൊരിഷ്ടം. പൊയ്ക്കോ. ഒറ്റയ്ക്ക് ബ്രഹ്മം പിടിച്ചിറക്കി സർവം കാൽ കീഴിലാക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന മഹാബുദ്ധിശാലികളുണ്ടല്ലോ നിന്നെ പോലെ. ദ പോംപസ്, ദ വെയിൻ ഗ്ലോറിയസ്. ഒറ്റ സത്യമേ തിരിച്ചറിയാതെ പോകുന്നുള്ളൂ അവസാന നിമിഷം വരെ. That they make the best among fools. എത്രയും മികച്ച വിഡ്ഢികൾ. The most ludicrous. You belong. ഒന്ന് ഓർത്തു വെച്ചാൽ മതി. Till we meet next.